2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച നേട്ടം മുന്നിൽ കണ്ട് 2026 അധികാരത്തിലെത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. എന്നാൽ ഈ ആത്മവിശ്വാസത്തിനൊപ്പം തന്നെ കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള ഒളിയംഗം ഇപ്പോഴേ ശക്തമായി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് നയിക്കുമെന്ന പ്രഖ്യാപനം നിലനിൽക്കുമ്പോഴും മുഖ്യമന്ത്രി പദവി ലക്ഷ്യമിട്ട് ഒന്നിലധികം നേതാക്കൾ രംഗത്തെത്തുന്നത് പാർട്ടിക്കുള്ളിലെ ഐക്യത്തിനെ ചോദ്യം ചെയ്യുകയാണ്. അധികാര സ്വപ്നങ്ങൾ മുന്നിൽ കണ്ടുള്ള ഈ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമോ എന്ന സംശയവും ഉയരുന്നുണ്ട്. കണ്ണൂർ MP മുൻ KPCC പ്രസിഡന്റുമായ K സുധാകരൻ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി സംസ്ഥാനത്തിലേക്ക് തിരികെ വരാനുള്ള ശ്രമത്തിലാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും ഹൈക്കമാൻഡിന്റെ പിന്തുണയോടെ നിയമസഭാ സീറ്റ് ഉറപ്പിക്കാനുള്ള നീക്കമാണിതെന്ന വിലയിരുത്തലാണ് ശക്തമായിരിക്കുന്നത്. കണ്ണൂരോ മറ്റേതെങ്കിലും സുരക്ഷിത മണ്ഡലമോ ലക്ഷ്യമാക്കി അദ്ദേഹം മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. മുൻ KPCC പ്രസിഡന്റും വടകര മുൻ MPയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രനും വീണ്ടും നിയമസഭാ സ്വപ്നം കാണുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലം ലക്ഷ്യമിട്ടുള്ള അദ്ദേഹത്തിന്റെ താൽപര്യ പ്രഖ്യാപനം യുവനേതാക്കൾക്ക് വഴിയൊരുക്കുമെന്ന പാർട്ടി വാഗ്ദാനങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. MM ഹസനും MLA പദവി ലക്ഷ്യമാക്കി നീക്കം തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം സമുദായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന പേരിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുമെന്ന വാദമുയരുമ്പോൾ അത് സാമുദായിക തുലനം മറിയാക്കി നേതൃസ്ഥാനങ്ങൾ ഉറപ്പാക്കാനുള്ള ശ്രമമാണോ എന്ന വിമർശനവും ഉയർത്തുന്നുണ്ട്. ആറ്റിങ്ങൽ MPയും UDF കൺവീനറുമായ അടൂർ പ്രകാശ് MP സ്ഥാനം ഉപേക്ഷിച്ച് നിയമസഭയിലേക്ക് എത്തുമെന്ന സൂചനകളും ശക്തമായിട്ടുണ്ട്. മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്ന വിലയിരുത്തൽ കോൺഗ്രസിലെ അധികാര രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഉദാഹരണമായും ചൂണ്ടിക്കാണിക്കാം. ബെന്നി ബെഹനാനും സമാനമായ ലക്ഷ്യത്തോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റം ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. MPമാർ കൂട്ടത്തോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന പ്രവണത കോൺഗ്രസിൽ പുതുമയുള്ളതല്ല. LDFനെതിരായ ജനവിരോധം മുതലെടുക്കാമെന്ന കണക്കുകൂട്ടലാണ് ഇതിന് പിന്നിലെങ്കിലും പാർട്ടിക്കുള്ളിലെ കസേര പോരാട്ടം ആ പ്രതീക്ഷയെ തകർക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. ജനുവരിയിൽ സ്ഥാനാർത്ഥി നിർണയം ആരംഭിക്കുമെന്നും 50% സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി മാറ്റിവെക്കുമെന്നും പറയുമ്പോഴും യാഥാർത്ഥ്യം അത്ര സുന്ദരമല്ല. മുതിർന്ന നേതാക്കൾ ആരും സീറ്റ് വിട്ടു നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ യുവാക്കളും വനിതകളും വീണ്ടും ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിലേക്ക് ഒതുക്കപ്പെടുമെന്ന ആരോപണവും ശക്തമായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം ചൂണ്ടിക്കാട്ടി അധികാരം സ്വപ്നം കാണുന്ന UDFന് മുന്നിൽ യഥാർത്ഥ വെല്ലുവിളി LDF ഒന്നുമല്ല, സ്വന്തം പാർട്ടിക്കുള്ളിലെ അധികാരമോഹവും അകത്തള കലഹവുമാണ്.